എന്തായാലും വനംവകുപ്പിന്റെ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? കാരണം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ ആ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള തെരച്ചിലേക്ക് കടക്കുമ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്താണ്? വനംവകുപ്പ് തിരച്ചിൽ നടത്തുന്നുണ്ട്. രാവും പകലും ഇവിടെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ മയക്കുവെടി വെക്കണമെങ്കിൽ ഒരല്പം വെളിച്ചം വീഴണം. അതുപോലെ തന്നെ വലിയ ഉച്ചയ്ക്ക് ശേഷം ചൂടായി കഴിഞ്ഞാൽ പിന്നീട് മയക്കുവെടി വെക്കാൻ കഴിയില്ല. ഇതിനിടയിൽ ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സന്ദർഭമാണ് ഇപ്പോൾ. പക്ഷേ ഈ സമയത്തൊന്നും ഇങ്ങനെ മയക്കുവെടി വെക്കാൻ കടുവയെ കണ്ടു കിട്ടാത്ത സാഹചര്യമുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എന്താ, ജനങ്ങൾ വലിയ ഭീതിയിലാണോ? വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ 9 ദിവസക്കാലമായിട്ട് ഈ പ്രദേശത്ത് ഒരു പരിപാടിയും നടക്കുന്നില്ല. കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. ഇപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഇവർക്കൊന്നും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ആരും ജോലിക്ക് പോകുന്നില്ല. ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകേണ്ട ആൾക്കാർ പോലും പോകുന്നില്ല. കാരണം വീട്ടില് ആ കുട്ടികളെ തനിച്ചായിട്ട് പോകാനുള്ള ഭയം കാരണം. അതുപോലെ തൈപ്പൊങ്കലായതുകൊണ്ട് ജില്ലയിൽ സ്കൂളുകൾക്ക് അവധിയുണ്ട്. സ്കൂളുകൾക്ക് അവധിയാണ്. അപ്പൊ അതും വലിയൊരു വിഷയമാണ്. കാരണം കുട്ടികളെയും ഇനി നോക്കി വീട്ടിലിരിക്കേണ്ടതാണ്. കടുവ ഭീതി ആയതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അവധിയായിരുന്നു. പക്ഷെ ഇന്നും ഇവിടെ അവധിയാണ്. ഇവിടെ വലിയ ഭീതിയിലാണ് ഉള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാർഷിക മേഖലയിലെ വിളവെടുപ്പ് സീസണാണിത്. അപ്പോൾ കാപ്പിക്കുരു ഒക്കെ പഴുത്ത് നിലത്ത് പോവുകയാണ്. അപ്പോൾ അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കാപ്പിത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുട്ടുമൂടി അല്ലെങ്കിൽ കടുവൊക്കെ നിൽക്കാവുന്ന ഒരു സാഹചര്യമാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കാണാവുന്ന തരത്തിൽ ഒരു കടുവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കാപ്പിത്തോട്ടത്തിലൊന്നും വിശ്വസിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് കാപ്പി പഴുത്ത് നിൽക്കുക, വിളവെടുപ്പിന്റെ സീസണാണ്. അതുകൊണ്ട് കാപ്പി പറിക്കാൻ കഴിയുന്നില്ല. അതുപോലെ റബ്ബർ ടാപ്പിംഗ് ആണ് മറ്റൊരു തൊഴിൽ മേഖല. റബ്ബർ ടാപ്പിങ്ങും വെളിച്ചം വീഴുന്നതിന് മുമ്പാണ് അവർ സാധാരണ ജോലിക്ക് പോകാറുള്ളത്. അതിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ ക്ഷീരകർഷകരാണ് മറ്റൊരു വിഭാഗം. അവരും അതിരാവിലെ വെളിച്ചം വീഴുന്നതിന് മുമ്പ് പോകേണ്ട ആളുകളാണ്. അവർക്കും അതിന് കഴിയുന്നില്ല. ഇപ്പൊ പറയുന്ന അനുസരിച്ചിട്ട് ബസ്സിൽ കണ്ടക്ടറായി ജോലിക്ക് പോകുന്ന ആളുകൾ പോലും ഇവിടെ ജോലിക്ക് പോവാതെ നിൽക്കുന്നു എന്നാണ്. അതായത് അവർക്ക് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. കടുവ ഇവിടെ എവിടെയോ കാണാമറയത്തുണ്ട്, കാലിനടിയിലുണ്ട് എന്ന തരത്തിൽ ആളുകൾ വലിയ ഭീതിയിലാണ്. എവിടെയൊക്കെ ഈ എല്ലാ നിരീക്ഷണവും ഉണ്ടാകുന്നതിനിടയിലാണ് കടുവ പെട്ടെന്ന് ആടുകളെ പിടിച്ചു കൊണ്ടുപോകുന്നത്. 7 ദിവസമായി 4 ആടുകളെ പിടിച്ചു. ഇപ്പോഴും കടുവയെ പിടികൂടാനായിട്ടില്ല എന്നത് വലിയ ആശങ്കയായി പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികൾ എല്ലാവരും. ഇവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നതിൽ തന്നെ നമുക്ക് വിശദാംശങ്ങൾ നൽകി.